പഠിക്കുന്ന സമയത്ത് ഉറങ്ങാനും ഫോൺ നോക്കാനുള്ള ടെൻഡൻസി വരാറുണ്ടോ? അതായത് ഡിസ്ട്രാക്റ്റഡ് ആവാറുണ്ടോ? എങ്കിൽ ഇനി മുതൽ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? അടിപൊളിയല്ലേ? അപ്പോ ഇനിയിപ്പോ അതേ ജൂൺ മാസമായി, സ്കൂൾ തുറക്കാറായി. ഇനി കുറച്ചൊക്കെ സ്റ്റഡീസിലും പഠനത്തിലൊക്കെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും എല്ലാവരുടെയും പ്ലാൻ അല്ലെ. എന്തായാലും എനിക്കിനി സ്കൂളൊന്നുമില്ല, ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. കോളേജ് അഡ്മിഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ഞാനും നിങ്ങളെ പോലെ SSLC-യിലായപ്പോഴും 10 കഴിഞ്ഞ് +1-ലായപ്പോഴും +1 കഴിഞ്ഞ് +2-ലായ സമയത്തൊക്കെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇനി മുതൽ നന്നായി പഠിച്ചു തുടങ്ങണം, അന്നന്ന് എടുക്കുന്ന സബ്ജക്റ്റ് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കണം, അങ്ങനെ കുറെ പ്ലാൻസ് ഒക്കെ ഞാൻ എടുക്കായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാവരുമായിട്ട് പരിചയമൊക്കെ പെട്ട് അതിനുശേഷം ക്ലാസ് ഒക്കെ തുടങ്ങി, പഠിപ്പിച്ചു തുടങ്ങി. ആ സമയത്തൊക്കെ നോട്ട്ബുക്കിൽ നമ്മൾ ഫസ്റ്റത്തെ പേജൊക്കെ നല്ല വൃത്തിയിൽ എഴുതി, വെട്ടും കുത്തൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കും. പിന്നീട് നടും പേജൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാനൊക്കെ തോന്നിയ പോലെയായിരുന്നു എഴുത്തും പഠിത്തവും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കുറച്ചു നേരം ഒന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് കളിച്ച് നേരെ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ നോക്കാൻ തോന്നലും, ഫോൺ നോക്കി 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 അവസാനം കുറെ കഴിയുമ്പോഴായിരിക്കും നമ്മ ചിന്തിക്കണേ, അയ്യോ ഞാനിപ്പോ എന്തിനാ ഫോൺ എടുത്തേ, എനിക്ക് പഠിക്കണ്ടേ. അതിനുശേഷം നമ്മ വേഗം ബുക്കൊക്കെ എടുത്ത് പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും, ലാസ്റ്റ് നമ്മ ഉറങ്ങിക്കളയും. ഇതായിരിക്കും മിക്കവരുടെയും അവസ്ഥ. എന്റെയും അവസ്ഥ ഇങ്ങനെയായിരുന്നു. ചിലവർക്കാണെങ്കിൽ ബുക്ക് തുറക്കാനേ തോന്നില്ല, അത്ര മടിയായിരിക്കും. അപ്പോ ഇതിനൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു 5 ആന്റി ഓക്സിഡൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കുറെ നേരം പഠിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ടിപ്പ് നമ്പർ 1, ഫിക്സ് യുവർ കറക്റ്റ് ടൈം ഫോർ സ്റ്റഡി. ചിലവർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, എന്നാൽ ചിലവർക്ക് വൈകുന്നേരം പഠിച്ചാലായിരിക്കും തലയിൽ കയറുക. ഇതിലെ ഏത് ടൈമാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നറിയാൻ ആദ്യം നിങ്ങൾ കുറച്ച് നാൾ പല പല സമയത്തിരുന്ന് പഠിച്ചു നോക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്താണ് കൂടുതൽ ഡിസ്ട്രാക്ഷൻസും മടിയും ഇല്ലാതെ നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ സാധിച്ച് എന്നത് നോക്കി ആ ടൈം സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എനിക്ക് പറ്റിയ ടൈം മോർണിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടൈം ഈവനിങ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ നമ്മ ഏത് സമയത്താണ് പഠിക്കാനിരിക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി ടിപ്പ് നമ്പർ 2, സ്പ്രേ വാട്ടർ. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പാണിത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണിത്. ഒരു സ്പ്രേ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്ത് ഇതിങ്ങനെ തടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടും. ഞാൻ എപ്പോഴും കൊണ്ടെടുക്കുന്ന ഒരു ബോട്ടിലാണിത്. എപ്പോഴും യൂസ്ഫുൾ ആവും. നമ്മളിപ്പോ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തായിക്കോട്ടെ, എഴുതുന്ന സമയത്തായിക്കോട്ടെ, അതുപോലെ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കൊരു റിഫ്രഷ്മെന്റ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കണ്ടാ, ഇങ്ങനെ അടിച്ചെടുക്കാൻ. അപ്പൊ നമുക്കൊരു ഉന്മേഷം കിട്ടും. ഇനി ടിപ്പ് നമ്പർ 3, മേക്ക് ഡിസ്ട്രാക്ഷൻസ് യുവർ സെൽഫ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ വീഡിയോ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കാനുള്ളതല്ലേ? അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, മേക്ക് ഡിസ്ട്രാക്ഷൻസ്. എന്താണത്? അതെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാതെ ഫോൺ എടുത്തതും റീൽസ് കണ്ടതും ഡിസ്ട്രാക്റ്റഡ് ആയതുമൊക്കെ നിങ്ങൾ ശരിക്കും അറിയുന്നത് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും. എന്നാ ഇനി മുതൽ ഒരു 10 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ സമയം പഠിക്കാൻ സാധിക്കും. പിന്നെ ഈ 10 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഫോൺ നോക്കണ്ട കേട്ടോ. അതാണ് ടിപ്പ് നമ്പർ 4. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എണീറ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ജസ്റ്റ് ആ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച്, അതുപോലെ ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അടിച്ച് ഒന്ന് റിഫ്രഷ് ആവുക. അതാണ് ബ്രേക്കിന്റെ ഉദ്ദേശം. അല്ലാതെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കലുണ്ടാവില്ല, ബ്രേക്ക് മാത്രം ഉണ്ടാവുള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് നമ്പർ 5, എൻജോയ് ദ റിവാർഡ്. എല്ലാ ദിവസവും പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു റിവാർഡ് ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് മാത്സിലെ ഇത്ര ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിനിമ കാണും, അല്ലെങ്കിൽ ഒരു മിഠായി കഴിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു 50 മിനിറ്റ്സ് ഫോൺ നോക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു റിവാർഡ് വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള റിവാർഡ്സ്. ഓക്കെ, അപ്പൊ നമുക്കൊരു മോട്ടിവേഷനും കൊള്ളാം, അങ്ങനെയാണ് ഞാനിത് തീർത്തിട്ട് വേണം എനിക്കത് കാണാം എന്നുള്ള സംഭവം. ഇതാണ് ടിപ്പ് നമ്പർ 5. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ എങ്ങനെയാ, ഇനി മുതൽ പഠിക്കുകയല്ലേ? ഓൾ ദി ബെസ്റ്റ്.